ആക്രമണം അവസാനിപ്പിക്കാൻ ഇന്ത്യയോട് യാചിച്ച പാകിസ്ഥാൻ ഡൊണാൾഡ് ട്രംപിന് സമാധാന നൊബേൽ നൽകണമെന്ന ശുപാർശയുമായി രംഗത്ത് വന്നു. വിചിത്രമായ ഒരു ആവശ്യമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ നിർണായക ഇടപെടൽ നടത്തിയതിനാണെന്നാണ് വിശദീകരണം. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയാ അജീഷ്, ഡൊണാൾഡ് ട്രംപിനെ സന്തോഷിപ്പിക്കാനാണോ പാകിസ്ഥാന്റെ ശ്രമം? SKN അങ്ങനെ തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. കഴിഞ്ഞ ദിവസം അസിം മുനീർ പാകിസ്ഥാന്റെ സൈനിക മേധാവി അമേരിക്കയിൽ എത്തിയിരുന്നു. ട്രംപിന്റെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ തന്നെ ഈ ട്രംപിന് ഈ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നൽകുന്നതിനെ കുറിച്ചിട്ട് ഒരു സൂചന അസിം മുനീർ നൽകിയിരുന്നു. അതിനെക്കുറിച്ച് അമേരിക്കയുടെ തന്നെ വക്താവ് ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു. അതായത് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ശുപാർശ ആവശ്യം അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാൻ അത് അറിയിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ 2026 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇതിൽ പ്രധാനമായും അവർ എടുത്തു പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ മധ്യസ്ഥത നിന്നതിന്, ഇടനിലക്കാരനായി നിന്നതിനാണ് ട്രംപിന് ഇങ്ങനെ ഒരു അവാർഡ്, ഇങ്ങനെ ഒരു പുരസ്കാരം നൽകാൻ ശുപാർശ ചെയ്യുന്നതെന്നാണ് പാകിസ്ഥാൻ അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ ട്രംപിന്റെയും ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. താൻ ഒരുപാട് രാജ്യങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം. അതിൽ മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ട്രംപ്. അങ്ങനെയാണെങ്കിൽ തനിക്ക് 4-5 തവണയെങ്കിലും സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടേണ്ടതായിരുന്നു എന്നാണ് ട്രംപിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ ഇന്ത്യ ഈ അമേരിക്കയുടെ ഈ അവകാശവാദം തള്ളുകയായിരുന്നു. അതായത് അമേരിക്കയുടെ മധ്യസ്ഥത അല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയത്, അത് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് എന്നായിരുന്നു ഇന്ത്യയുടെ ഒരു പ്രതികരണം. അത് വിദേശത്ത് പോയ സംഘം ഉൾപ്പെടെ, വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെ, പ്രധാനമന്ത്രി ഉൾപ്പെടെ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു ഇടപെടൽ ഉണ്ടായത് അത് അമേരിക്കയാണ് ഈ മധ്യസ്ഥത വഹിച്ചത് എന്നതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് തങ്ങൾ യാചിച്ചിട്ടാണ് ഇന്ത്യ വെടിനിർത്തൽ ധാരണയിൽ എത്തിയതെന്ന്. എന്തായാലും ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രതികരണമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. താങ്ക് യു അജീഷ് ജയകുമാർ.